എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ഫ്രണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വീണ്ടും അമേരിക്ക മറ്റൊരു ഗിമിക്സ് കൂടെ കാണിച്ചിരിക്കുകയാണ്. അതിൽ എത്ര വാസ്തവമുണ്ട് എന്നറിയില്ല. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റിൽ ബംഗ്ലാദേശിന് 0 ടാക്സ് ഇല്ലാതാക്കി. ഇനി അവർക്ക് ടാക്സ് ഇല്ല. എന്നാൽ ഇന്ത്യക്ക് കൊടുത്ത ട്രേഡ് എഗ്രിമെൻറ്റിൽ ഇങ്ങനെയല്ല, 0 കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം. ഈ നിമിഷം വരയ്ക്കും പ്രധാനമന്ത്രി ഈ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചൊരു വ്യക്തത പാർലമെൻറ്റിൽ ഇതുവരെയും കൊടുത്തിട്ടില്ല. പ്രതിപക്ഷം ചോദിക്കുന്നതിന് വ്യക്തമായ ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ല. മറുപടി കൊടുക്കുന്നത് സ്പീക്കറാണ്. ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമെന്ന് നമുക്ക് അറിയില്ല. ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വീക്ഷണമുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണെന്ന് എല്ലാവർക്കും ഒരുവിധം അറിയാമെന്നുള്ളതാണ്. കാലാകാലമായി നാം ഒരു രാജ്യത്തിനെ സൈഡ് പിടിക്കുകയോ ഒരു രാജ്യത്തിന് മാത്രം ചേർന്നത് കണ്ട് ഉള്ള പോളിസിയില്ല ഇന്നലെ വരെ നാം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ മോദി ഗവൺമെൻറ്റിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്, നല്ലതാണ്. എന്നാൽ അത് രാജ്യത്തിന് ഗുണകരമായ ഒന്നായിരിക്കണം. അതാണ് എല്ലാ ഭരണാധിപന്മാരും ചെയ്യേണ്ടത്. നല്ലതായിരിക്കാം, അല്ലെങ്കിൽ മോശമായിരിക്കാം. എന്തൊരു എഗ്രിമെൻ്റ് മറ്റുള്ള രാജ്യക്കാരുമായി ചെയ്താലും അതിൻ്റെ വ്യക്തത രാജ്യത്തിലുള്ള ഓരോ പൗരനും അറിയിക്കേണ്ടതാണ്. എന്നാൽ ഈ നാൾ വരെയായി ഈ ഇടയ്ക്കുണ്ടായ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ എന്താണ് യഥാർത്ഥ പിക്ചറെന്ന് പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പോയിൻറ്റ്സ് ഉന്നയിച്ചാൽ അത് പ്രതിപക്ഷ നേതാവിന് വേണ്ടി മാത്രമല്ല, അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഉള്ളൊരു ഒന്നായിരിക്കും. കാരണം ഭരണപക്ഷം പോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇനി പ്രതിപക്ഷം ഇങ്ങനെയുള്ള വ്യക്തത, നല്ല കാര്യങ്ങളുടെ എന്ത് കാര്യങ്ങളുടെയും വ്യക്തത വരുത്തേണ്ടത് പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. കാരണം ഈ 140 കോടി ജനങ്ങളുള്ളതിൽ കുറച്ചധികം പേർ പ്രതിപക്ഷത്തിൽ നിന്നും പ്രതിപക്ഷ ഏരിയയിൽ നിന്നും ഉള്ളവരാണ്. അത് പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷമായിരുന്നാലും കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കേണ്ടത് ഭരണപക്ഷത്തിൻ്റെയും, വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതും പ്രതിപക്ഷത്തിൻ്റെ കടമകളാണ്. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷം എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞാൽ അതിനെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ആ ആവശ്യങ്ങളെ നിരാകരിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ഒരു ജനാധിപത്യ ഭരണ രീതിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം. അവിടെ സ്വേച്ഛാധിപത്യം ഒട്ടും അംഗീകരിക്കാവുന്ന ഒന്നല്ല. ഇഷ്ടത്തിനനുസരിച്ച പോളിസികളും ഇഷ്ടത്തിനനുസരിച്ച തീരുമാനങ്ങളും
എടുക്കുന്നത് രാജ്യസുരക്ഷയും രാജ്യത്തിൻ്റെ ഭാവിക്കും നല്ലതായിരിക്കണം. രാജ്യത്തിന് ദോഷം വരുന്ന യാതൊന്നും തന്നെ ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ചെയ്യരുത്. പല നാളുകളായി ഈ ട്രേഡ് എഗ്രിമെൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷം കേൾക്കുമ്പോൾ അതിനെ മൗനമായി തന്നെ ഒരു മറുപടിയും കൊടുക്കാതെ തന്നെ ഇരിക്കുന്നത് ഒരു ഭരണത്തിന് യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, കഴിവതും വേഗം ഈ ട്രേഡിലുള്ള നേട്ടങ്ങൾ എന്താണ്, അതിൻ്റെ കോട്ടങ്ങളുണ്ടെങ്കിൽ അതും പ്രധാനമന്ത്രി സഭയിൽ വന്ന് പറയണം, ജനങ്ങൾ അറിയണം. അത് പ്രധാനമന്ത്രിയുടെ കടമയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കാതെ ഇങ്ങനെ സ്പീക്കറിൽ കൂടി അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സുകൾ ജനങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാമെന്നുള്ള കാര്യമല്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ ജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ എത്രയും വേഗം വേണ്ട സംവിധാനങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് ചെയ്യേണ്ടതാണ്. ബംഗ്ലാദേശിന് ഫ്രീ കൊടുക്കുകയോ അല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് അമേരിക്കയുടെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ബട്ട് തമ്മിൽ ചെയ്ത നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ ജനത്തെ അറിയിക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചാലും വെറുതെ പാർലമെൻറ്റിൽ കോലാഹലവും മറ്റും ഈ സ്പീക്കറും പ്രതിപക്ഷവും തമ്മിൽ ഉള്ള മൽപ്പിടുത്തം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.